ശരി. അഡ്വക്കേറ്റ് വിജയ് വിഷ്ണു, ഇതിപ്പോ ജനങ്ങൾ സ്വന്തം നിലയിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണോ സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? കാരണം ഇപ്പോൾ പോലീസിന് നമുക്ക് അറിയാം പല കാര്യങ്ങളും ഇപ്പോൾ ഇടപെടുന്നതിന് ചില പരിധികൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇപ്പോൾ അത്തരം രാഷ്ട്രീയ പരിധികളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. പക്ഷേ ഒരു അനാസ്ഥ തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു വീഴ്ച തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുജനം ആരെ വിശ്വസിച്ച് എന്ത് വിശ്വസിച്ച് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണമോ രാഷ്ട്രീയമോ എന്തൊക്കെ പറഞ്ഞാലും അതിനതീതമായി ജനങ്ങളുടെ ജീവൻ സ്വത്തും കൃത്യമായി ഇവിടെ സംരക്ഷിച്ചേ മതിയാകും. അതിൽ യാതൊരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു വീഴ്ചയുണ്ടായാൽ അതിനർത്ഥം ഇവിടെ ഒരു ഭരണകൂടമില്ലെന്നും ഇവിടെ ഒരു പോലീസ് സംവിധാനം മുഴുവൻ ശൂന്യമായെന്നു എന്നാണ് അർത്ഥം. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ പരാജയം തന്നെയാണ്. ആ പരാജയത്തെ ഏതു തരത്തിൽ ന്യായീകരിച്ചാലും ഏതു തരത്തിൽ പോലീസ് സംവിധാനത്തെ പർവ്വതീകരിക്കാൻ ശ്രമിച്ചാലും ഒന്നും കഴിഞ്ഞ ദിവസം നെന്മാറയിലുണ്ടായ വീഴ്ചയെ ലഘൂകരിക്കാൻ കഴിയില്ല. അതിന് കേവലം SHOയുടെ ഒരു സസ്പെൻഷൻ നടപടി. എന്തായി സസ്പെൻഷൻ നടപടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് 15 ദിവസമോ 30 ദിവസമോ അല്ലെങ്കിൽ 2 മാസമോ അദ്ദേഹത്തിന് പകുതി ശമ്പളത്തോടുകൂടി വീട്ടിലിരിക്കാം. അത് കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും സർവീസിൽ കയറുകയാണ്. ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ പോലെ വളരെ ലഘൂകരിച്ച് മാറ്റുകയാണ്. ഇവിടെ 2 ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും തടയാൻ കേരള പോലീസിന് കഴിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നേ. അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കി റിപ്പോർട്ട് വേണ്ടി കോടതിയിൽ കൊടുത്തിരുന്നെങ്കിൽ അയാൾ ജയിലിലാകുമായിരുന്നു. ഈ 2 ജീവൻ സംരക്ഷിക്കുമായിരുന്നു. കാരണം കൃത്യമായ ഹിസ്റ്ററി ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹം കൊലപാതകം അവിടെ ആ വീട്ടിൽ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി അയാൾ വീണ്ടും പ്രയത്നിക്കുന്നു. അയാൾക്ക് ഈ പറയുന്ന മാനസിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പോലീസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അയാളുടെ മാനസിക ആരോഗ്യം ചികിത്സിക്കാനുള്ള മറ്റു നടപടികൾ നിയമപരമായി തന്നെ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ അയാളെ സ്വതന്ത്രമായി തുറന്നു വിട്ടുകൊണ്ട് അയാളുടെ പരാതികളും നാട്ടുകാരും ഒക്കെ നിരവധി തവണ എത്രയോ തവണ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു ഞാൻ ഭീഷണിയുണ്ട്, അയാൾ ഞങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒക്കെ പറഞ്ഞിട്ടും മനസ്സിലാകാതെ പോലീസിന് പോയെങ്കിൽ അത് വീഴ്ച തന്നെയാണ്. അത് പോലീസിനെ സസ്പെൻഡ് ചെയ്യുകയില്ല, അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ആർജവമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ പോലീസ് എങ്ങനെ തിരിച്ചറിയും, ഇയാളെ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നത് വെറും അന്ധമായ ന്യായീകരണം മാത്രമാണ്. അതൊരു CPM ക്യാപ്സൂളാണ്. ആ ക്യാപ്സൂളിന് കേരളം നൽകിയ വിലയാണ് 2 ജീവനുകൾ. അവർക്ക് പകരം ആരാ ജീവൻ നൽകും? ആ കുടുംബത്തെ ഇനി ആര് സംരക്ഷിക്കും? അപ്പൊ ഇതിനൊന്നും ഇവിടെ യാതൊരു ഉത്തരവുമില്ല. ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഒക്കെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ എല്ലാ കാര്യത്തിലും പൊടുന്നതിന് പ്രതികരിക്കുകയും അവിടെ ഒരു ട്രെയിനിൽ ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്ന് 10 ലക്ഷം രൂപയുമായി ഡൽഹിയിൽ പോയി കൊടുത്ത ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുള്ള നാടാണ്. എന്തേ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു? ഇല്ലെങ്കിൽ അതെന്തേ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യാത്തത്? ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. കേരളം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ല് വിലയാണ് നൽകുന്നുള്ളതാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിടങ്ങളിൽ പോലും കേരളത്തിലെ ഇടതുപക്ഷക്കാരടക്കം പോലീസിനെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പ്രതിഷേധിച്ച് ആ നാട്ടുകാരെ മുഴുവൻ തല്ലി ചതച്ചില്ലേ കേരളത്തിലെ പോലീസ്? അവർക്കെതിരെ കേസെടുക്കുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്താ, നിങ്ങളുടെ പണി ഇതാണ്, ഇതൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ ഞങ്ങളുടെ പോലീസ് എന്തിനാണ്? അപ്പോൾ ജനം തിരിച്ചു ചോദിച്ചല്ലോ, നിങ്ങൾ പണിയെടുക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ വരേണ്ടി വന്നത്? ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം നൽകാൻ നാളിതുവരെ ഒരു ഉദ്യോഗസ്ഥന് പോലും കഴിഞ്ഞിട്ടില്ല.